ഫൈനൽ പ്രിൻ്റ് ആയി കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അത് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്, അവിടെയാണ് പ്രീവിയസ് ഷോസ് ഇടാറുള്ളത്. ഞാൻ ലിസി അന്ന് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ പ്രിവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട്. വിജയകുമാർ കാതോട് കാതോട് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ്. അപ്പം ഞാൻ ഈ പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അത് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകും. വിജയകുമാർ അത് കാണാൻ നിന്നില്ല. അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനാലിലേക്കല്ല, അതൊരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു, അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ്. അപ്പം കൃത്യമായിട്ടും ഇതിൽ നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി. 85 ജൂണിൽ മുത്താരംകുന്ന് പിയോ റിലീസാവുന്നു, ഇതാ നവംബറിൽ റിലീസാവുന്നു. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം അത് വരികയും ചെയ്തു. അത്ര റെഫറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്, എന്താ പറയാ, യൂട്യൂബ് പള്ളാശ്ശേരി എന്ന് പറഞ്ഞ അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ അതിന്റെ റെഫറൻസ് ഞാനയുടെ കുറെ സ്ട്രീറ്റ്സുകൾ കാണിച്ചു. പിന്നെ ജോൺ പോളിനൊക്കെ അന്നത്തെ ജോൺ പോൾ ഞാൻ അന്ന് നിങ്ങൾ ഫസ്റ്റ് ഓർമ്മ ചോദിക്കുകയും ചെയ്തിരുന്നു, ഇപ്പോഴത്തെ അങ്കിളല്ലേ കേട്ടോ, അന്ന് ഇത്ര തടിയില്ലേട്ടോ എന്ന് പറഞ്ഞു.